ഹായ് കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ശാലിനി മഞ്ജു ഗ്ലാസ് തുറന്നു കൊടുക്കാത്തതിൽ, അതായത് വണ്ടിയുടെ ഡോറ് തുറന്നു കൊടുക്കാത്തതിൽ ശാലിനി ഇങ്ങനെ ഗ്ലാസ്സിൽ തട്ടണം കേട്ടോ. അങ്ങനെ മഞ്ജു ഗതിയില്ലാതെ മഞ്ജു ഇത് തുറന്നു കൊടുക്കണം കേട്ടോ. ഇതേ സമയം ഇത്രയേ ഉള്ളൂടി നീ എന്ന് പറഞ്ഞ ആ അഹംഭാവത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ ശാലിനിയുടെ ഫ്രണ്ട് വരികയാണ്. അങ്ങനെ ശാലിനിയോട് ചോദിക്കണം, ആഹാ ശാലിനി ഇതെന്താ പോലീസുമായി നടക്കുന്നത്? അതേ, ഞാൻ കമ്മീഷണർക്ക് ഒരു പരാതി കൊടുത്തതാണ്, എനിക്ക് ഇങ്ങനെ ജീവന് ഭീഷണിയുണ്ടെന്ന്, അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അങ്ങനെ ശാലിനി മുമ്പോട്ട് നീങ്ങുമ്പോൾ, എവിടോട്ടടി നീ കടന്നു വരുന്നത്? ഞാൻ ഭക്ഷണം കഴിക്കുന്നതിൻ്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള ആ യോഗ്യതയൊന്നും നിനക്കില്ല എന്ന് പറഞ്ഞിട്ട് മഞ്ജുവിനെ അങ്ങ് അപമാനിക്കുമ്പോൾ മഞ്ജുവിന് വല്ലാത്തൊരു ദേഷ്യം വരും കേട്ടോ. ഇതേ സമയം മഹിമയാണ് കാണിക്കുന്നത്. തെക്കോട്ടും വടക്കോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. മുറ്റത്ത് വന്നിരിക്കുകയാണ് മഹിമ. അങ്ങനെ തൻ്റെ ചേച്ചി തന്നോട് പ്രതീക്ഷയുള്ള വാക്കുകൾ പറയുമെന്ന് കരുതിയിട്ട് മഞ്ജുവിൻ്റെ മുന്നിലോട്ട് അങ്ങ് ഓടിച്ചെല്ലുമ്പോൾ മഹിമയോട്, എന്താ മോളെ, അല്ല ഞാൻ തന്ന ആ ഒരു ഫോൺ നമ്പർ അത് ആരുടേതാണ്, ഇത് എവിടെ നിന്നും കിട്ടിയത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച ഉടനെ തന്നെ തൻ്റെ ഫ്രണ്ട് ആൾ കൊള്ളാലോ, അവനെ ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ്. ചൈനയിലാണെങ്കിലോ ഒരു ദിവസം ഫ്രാൻസിലാണ്, ഒരു ദിവസം മറ്റോടത്താണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു മുമ്പോൾ മഹിമയ്ക്ക് അത് വിശ്വസിക്കാൻ കഴിയുന്നില്ല കേട്ടോ. അങ്ങനെ മഹിമ പറയാം, അപ്പോൾ ചുരുക്കത്തിൽ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? അവനെ കണ്ടുപിടിക്കാൻ കഴിയില്ലെന്നാ? അവനിങ്ങനെ പറന്ന് നടക്കുമ്പോൾ അവൻ്റെ ലൊക്കേഷൻ കറക്റ്റായി കിട്ടണ്ടേ, അതുകൊണ്ടാണ് കണ്ടുപിടിക്കാൻ കഴിയാത്തത്. പിന്നെ അത് മാത്രമല്ല, അവനെ ഇങ്ങനെ ഓരോ സ്ഥലത്തു നിന്ന് വിളിച്ച് അവനേതൊരു സോഫ്റ്റ് വെയർ ഉപയോഗിച്ചാണ് ഈ പണി ചെയ്യുന്ന ഒരു സംശയം ഞങ്ങളിലുണ്ട്. അതെന്താ ചേച്ചിക്ക് കണ്ടുപിടിക്കാൻ കഴിയില്ലേ? ഇല്ല, അത് പോലീസുകാർക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ കഴിയുമെന്ന് പറയുമ്പോൾ മഹിമക്ക് അങ്ങ് ചാടിയിട്ടോ. മഹിമക്ക് അങ്ങ് ദേഷ്യം അടക്കാൻ കഴിയാതെ മഹിമ പറയുന്നത്, നിങ്ങൾ എന്തിനാണ് വെറുതെ പോലീസാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? ഈ പോലീസുകാരെ കൊണ്ടുള്ള വിശ്വാസം ജനങ്ങളിൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ്. എടി മഹിമേ, നീ വെറുതെ ഓരോന്നും ഇല്ലാത്തത് പറയരുത്. കാരണം നിന്റെ അച്ഛൻ ചെയ്തിരുന്ന പ്രവൃത്തിയാണ് ഈ പോലീസ്, അത് നീ ഓർക്കണം. അതൊക്കെ ശരിയായിരിക്കാം, പക്ഷേ ജനങ്ങൾ ഒരു ആപത്തിൽ പെടുമ്പോൾ ഉടൻ തന്നെ ജനങ്ങളെ സഹായിക്കാനുള്ള ആ കഴിവ് പോലീസിലുണ്ടെങ്കിലാണ് പോലീസിനെ വിശ്വസിക്കാൻ കഴിയുള്ളൂ. അത് കേൾക്കുന്ന മഞ്ജുവിനെ അങ്ങ് ദേഷ്യം പിടിച്ചിട്ട്, നിർത്തുന്നുണ്ടോ നിൻ്റെ ചിലക്കൽ? കുറേ നേരമായി നീ പോലീസിനെ അപമാനിക്കുന്നത്. പോലീസ് അതിന് മാത്രം അധമതിച്ചവരല്ല. എടി, നിൻ്റെ ആ ഫ്രണ്ട് എന്ന് പറഞ്ഞാൽ അവളോട് വന്നിട്ട് കേസ് കൊടുക്കാൻ പറയടി. കേസ് കൊടുത്താൽ ഈ പോലീസ് അവരെ കണ്ടുപിടിക്കാനുള്ള ആ കഴിവൊക്കെ ഞങ്ങളിലുണ്ട്, അത് നിൻ്റെ ഫ്രണ്ടിന് കഴിയുമോ? അത് കേൾക്കുന്ന മഹിമ ഒന്നും ഞെട്ടുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹിമ പറയണേ, എന്ത് തന്നെ പറഞ്ഞാലും ശരി, കാരണം നിങ്ങളുടെ പോലീസിന് അതൊന്നും കഴിയില്ല എന്ന് പറയുമ്പോൾ മഞ്ജു മതി നിർത്തിയേക്ക്, ഇനി ഇത് ആവർത്തിച്ച് കേട്ടു നിൽക്കാൻ എനിക്ക് കഴിയില്ല എന്ന് പറഞ്ഞ് മഞ്ജു ദേഷ്യത്തോടു കൂടി മഹിമയുടെ മുന്നിൽ നിന്ന് പോകുമ്പോൾ ഭാനുമ്മയും ഗിരിയെയാണ് കാണിക്കുന്നത്. അങ്ങനെ അവർ രാത്രിയായി ഭക്ഷണം കഴിക്കാൻ വന്നിരിക്കുകയാണ്. അങ്ങനെ ഭക്ഷണ പ്ലേറ്റൊക്കെ തൻ്റെ അമ്മയ്ക്ക് വെച്ച് കൊടുക്കുമ്പോഴാണ് അവിടെ സ്വപ്നയും ഈ പറയുന്ന മഞ്ജുവും ഭക്ഷണം എടുത്ത് കൊടുക്കുന്നത് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയൊക്കെ കറി വിളമ്പി ഇങ്ങനെ വായിലോട്ട് ഗിരി വെക്കും. ആഹാ, ഇത് കൊള്ളാലോ. അപ്പോഴേക്കും ഭാനുമ്മ, പറയാൻ വാക്കുകളില്ല എന്ന് ഭാനുമ്മയും പറയുന്നത്. അപ്പോഴേക്കും മഞ്ജു പറയുന്നത്, ഇത് നമ്മുടെ സ്വപ്നയും ഉണ്ടാക്കിയ. ആഹാ, അപ്പം നിനക്ക് നേരാവാനും ഉദ്ദേശമുണ്ട് അല്ലേ? മനസ്സ് വെച്ചാൽ ഭക്ഷണം ഉണ്ടാക്കാനും അറിയില്ലേ എന്നൊക്കെ അന്നൊക്കെ സ്വപ്നയെ ഗിരി ഇങ്ങനെ പുകഴ്ത്തി സംസാരിക്കുമ്പോഴാണ് ആ വഴി മഹിമ പോകുന്ന കേട്ടോ. മഹിമയെ കാണുന്ന ഗിരി, എവിടോട്ടാ മഹിമേ, ഇവിടെ എല്ലാവരും ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത് കണ്ടില്ലേ, നീ ഭക്ഷണം കഴിക്കുന്നില്ല? അത് കേൾക്കുന്ന മഹിമക്ക് ഒട്ടും പിടിക്കുന്നില്ല. ഇവിടെ ഇരിക്കുമെന്ന് പറയണ കേട്ടോ. ഇതേ സമയം മഹിമ അവിടെ വന്നിരുന്ന ഉടൻ തന്നെ ഗിരി പറയണേ, നീ എടുത്ത് കഴിക്കും മഹിമേ എന്ന് പറയുമ്പോൾ മഹിമക്ക് അതും കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. കാരണം തൻ്റെ മനസ്സാകെ അസ്വസ്ഥതയാണ്. അതുകൊണ്ട് തന്നെ തനിക്ക് ഓരോ വാക്കുകളും മനസ്സിന് ഭാരമേറിയ വാക്കുകളാവുകയാണ്. അങ്ങനെ ഈ സമയം, എന്താ മഹിമേ, നേരത്തിന് ഭക്ഷണവുമില്ല, ഇപ്പോൾ കോളേജിലോട്ടും പോകുന്നില്ല, നിനക്ക് കോളേജിൽ പോകാൻ എന്താ പറ്റാത്തത് എന്ന് ചോദിക്കുമ്പോൾ, അതെ, എന്നെ ആരും ചോദ്യം ചെയ്യാനും പഠിപ്പിക്കാനൊന്നും നിൽക്കണ്ട. കാരണം ഒരു മെഡിക്കൽ കോളേജിൽ എങ്ങനെ എങ്ങനെ ഒരു സീറ്റ് ഒപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞെങ്കിൽ അത് പഠിക്കാൻ എനിക്കറിയാം. അതുകൊണ്ട് എന്നെ ഉപദേശിക്കാൻ ഇതാക്കാനും നിൽക്കണ്ട എന്ന് പറയുമ്പോൾ സ്വപ്നക്കും മഞ്ജുവിനും ഭാനുമക്കൊക്കെ ദേഷ്യം പിടിക്കാൻ കേട്ടോ. ഭാനുമയാണെങ്കിൽ തൻ്റെ കൈകളിലിങ്ങനെ മടക്കി പിടിക്കാൻ, തൻ്റെ ഉള്ളിലുള്ള ആ കോപം പുറത്തു വരാതെ ക്ഷമിച്ച് പിടിക്കുമ്പോൾ അവിടെ മഞ്ജു അങ്ങ് പൊട്ടിത്തെറിക്കാൻ, എടി നീ ആരോട് അടി സംസാരിക്കുന്നത്? നിൻ്റെ ഭാവിക്ക് വേണ്ടി നല്ലത് പറഞ്ഞു തരുമ്പോൾ നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ പറയുന്നതെന്ന് പറഞ്ഞ് മഹിമയുടെ നേർക്കങ്ങ് ചൂടാകുമ്പോൾ ഉടൻ തന്നെ ഗിരി അവിടെ ഇടപെടാണ്. എൻ്റെ മഞ്ജു, നീ ഒന്നും മിണ്ടാതിരിക്കുക. നമ്മുടെ മഹിമയുടെ മനസ്സ് വളരെ അസ്വസ്ഥതയാണ്, അവൾ എന്തോ ആപത്തിൽ പെട്ടിരിക്കുകയാണ്. അവൾ മനസ്സ് അസ്വസ്ഥതയാകുമ്പോൾ അവളോട് എങ്ങനെ ചോദിക്കണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അവളുടെ മനസ്സിലെ ഭാരം അത്രയാണ്. കാരണം പഠിപ്പ് എന്നുള്ള ഭാരം അത് വലിയൊരു ഭാരം തന്നെയാണ്, അത് മനസ്സിലാക്കണം എന്നൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് മഹിമ ഐ ആം സോറി എന്നിങ്ങനെ പറയാൻ കേട്ടോ. ആ സോറി കേൾക്കുമ്പോൾ മഞ്ജുവിന് ആശ്വാസമാണ്. അങ്ങനെ എല്ലാവരും സമാധാനത്തോടു കൂടി ഭക്ഷണം കഴിക്കുകയാണ്. ഇതേ സമയം മഞ്ജു ഇങ്ങനെ ചിന്തിക്കുകയാണ്. എന്നാൽ ഈ സമയം മഹിമയാണ് കാണിക്കുന്നത്. മഹിമ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുമ്പോൾ തനിക്ക് ആ ഫോൺ കോൾ വീണ്ടും വന്നുകൊണ്ടിരിക്കുന്നത് തന്നെ അസ്വസ്ഥയാക്കുമ്പോൾ മഞ്ജുവിൻ്റെ കയറി വരവ്, സോറി മോളെ, നിന്നോട് എന്താ ഞാൻ എടുത്തു ചാട്ടത്തിൽ പെട്ടെന്ന് ഇങ്ങനെ സംസാരിച്ചു, എനിക്ക് നിൻ്റെ മനസ്സിൽ വിഷമം മനസ്സിലാക്കാൻ എനിക്ക് എൻ്റെ ഗിരിയേട്ടൻ വേണ്ടി വന്നു. ഗിരിയേട്ടൻ എന്നോട് പറഞ്ഞു എൻ്റെ മനസ്സ് വല്ലാതെ വേദനിക്കുന്നുണ്ടെന്ന്. ആ വേദന എനിക്ക് മനസ്സിലായി. എൻ്റെ മോളോട് ഞാൻ അങ്ങനെയൊക്കെ ദേഷ്യപ്പെട്ട് സംസാരിച്ച് ഈ ചേച്ചിയോട് സോറി പറയുന്നു. ഈ ചേച്ചി വല്ലാത്തൊരു മാനസികാവസ്ഥ
അവസ്ഥയിലാണ് വന്നു കയറിയത്. കാരണം ജോലി, പിന്നീട് വീട്ടിൽ വന്നിട്ടുള്ള ആ ഒരു പ്രശ്നം, ജോലിയിൽ എന്നെ 100,000 പ്രശ്നങ്ങളുള്ള ഇടയ്ക്ക് ഞാൻ ആരോടും ചൂടാവാത്ത ചേച്ചിയുടെ മാനസികാവസ്ഥയൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് ചേച്ചി എന്നോട് സോറി പറയണമെന്നില്ല. അപ്പോഴേക്കും ഗിരി പറയണേ, എന്തായാലും ചേച്ചി അനിയത്തിയുള്ള വഴക്കൊക്കെ മാറിയല്ലോ, ഇനി എന്തായാലും നല്ല പോലെ നേരെ വണ്ണം പോകണം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇതിൽ ഇടപെടണോ? നിനക്ക് നിൻ്റെ ചേച്ചിയോട് പറയാൻ കഴിയില്ലെങ്കിൽ ഇനി എന്നോട് പറഞ്ഞോ, ഞാൻ ഇടപെട്ടോളാം. ഒരു പോലീസുകാരി എന്ന നിലയ്ക്ക് നീ അവളോട് പറയണ്ട, എന്നോട് പറഞ്ഞോളൂ എന്നൊക്കെ ഗിരി മഹിമയോട് പറയുമ്പോൾ, ഇല്ല ആവശ്യം വന്നിട്ടില്ല, ആവശ്യം വരുമ്പോൾ ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ട് മഹിമ അവിടെ നിന്ന് പോവാണിട്ടാ. പിന്നീട് അഭിയാണ് കാണിക്കുന്നത്. അഭിയും കൂട്ടാളികൾ ഇങ്ങനെ പരസ്പരം ചിരിക്കണേ, എടാ ഇത് നീ ഇങ്ങനെ പതുക്കെ ചെയ്യാതെ നീ ഒരൊറ്റയെടുക്ക് സോഷ്യൽ മീഡിയയിൽ അങ്ങ് ഇട്ട് അവളെ അങ്ങ് നാറ്റിക്കുക എന്നിങ്ങനെ പറയുമ്പോൾ, അതെ ഈ കൊലപാതകം കേസ് ആത്മഹത്യ ഇതിൻ്റെ പിറകിലൊന്നും നടക്കാൻ എനിക്ക് ഉദ്ദേശമില്ല. ഇഞ്ചിഞ്ചിയായി കൊല്ലുന്ന ആ രസമുണ്ടല്ലോ, അതാണ് ഇപ്പോൾ അവളെ വേദനിക്കുന്ന ആ മനോവിഷമമുണ്ടല്ലോ, അതാണ് എൻ്റെ ആനന്ദം, അതാണ് എൻ്റെ സന്തോഷം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ അവളെ ഇഞ്ചിഞ്ചിയായി കൊല്ലണം. കാരണം അവൾക്ക് ഉറക്കമില്ല, പഠിക്കാൻ കഴിയുന്നില്ല, കോളേജിൽ വരാൻ കഴിയുന്നില്ല, നല്ലപോലെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുന്നില്ല. എല്ലാത്തിനും പിറകെ ആര് എന്ന ചോദ്യം അവളിൽ ഉയരുമ്പോൾ അവളുടെ അഭിമാനത്തിന് കോട്ടം തന്ന പ്രവൃത്തിയല്ല ആരാ ചെയ്തിരിക്കുന്നതെന്ന് അറിയാതെ അവൾ ഓടുമ്പോൾ അതൊക്കെയാണ് അവൾക്ക് കൊടുക്കുന്ന ഏറ്റവും വലിയ ശിക്ഷ എന്നൊക്കെ ഇങ്ങനെ പറയുന്നു കേട്ടോ. പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. മഞ്ജു തെക്കോട്ടും വടക്കോട്ടും ഇങ്ങനെ നടക്കുക. അപ്പോൾ ഗിരി കയറി വരുന്നത്, എന്താ മഞ്ജു നീ ഇത്ര വല്ലാതെ ആലോചിക്കുന്നത്? ഞാൻ എൻ്റെ മഹിമയുടെ കാര്യം ആലോചിച്ചതാ. അവളുടെ മനസ്സിലെ വിഷമം മനസ്സിലാക്കാതെ അവളോട് എടുത്തു പിടിച്ച് ചാടി സംസാരിച്ച എന്നെയാണ് ആദ്യം വഴക്ക് പറയേണ്ടത്. ഗിരിയേട്ടൻ പറഞ്ഞപ്പോഴാണ് എനിക്ക് ആ ബോധം വന്നത്, എൻ്റെ അടുത്ത് തെറ്റുപറ്റി എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ അവിടെ ഗിരി പറയണം, ഇനി പേടിക്കണ്ട, നിൻ്റെ മഹിമയ്ക്ക് യാതൊരു പ്രശ്നവുമില്ല, പക്ഷെ അവളെന്തോ ആപത്തിൽ പെട്ടിട്ടുണ്ട്. പക്ഷേ അതിങ്ങനെ ദേഷ്യത്തോടു കൂടിയൊന്നും സംസാരിക്കാതെ, എനിക്ക് സാധാരണ അങ്ങനെ ദേഷ്യം വരാറില്ലല്ലോ, പിന്നെ എന്ത് പറ്റി? അത് ആ ശാലിനി കാരണോ? ഇന്ന് ശാലിനി അവിടെ വന്നിരുന്നു, അവളെന്തിനാ വന്നിരിക്കുന്നത്? എൻ്റെ കൈക്ക് മെനക്കേട് ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, അതല്ല അവൾ വന്നിരിക്കുന്നത് അവൾക്ക് ജീവന ഭീഷണി ഉണ്ടെന്നും അവൾ പോലീസ് പ്രൊട്ടക്ഷൻ വേണമെന്നും ഒരു വനിതാ പോലീസിനെ വേണമെന്നൊക്കെ പറഞ്ഞിട്ട് അവൾ എന്നെയാണ് എല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഇപ്പോൾ അവളുടെ തൂപ്പുപണി അടക്കം എനിക്ക് ചെയ്യേണ്ട അവസ്ഥയിൽ എത്തിയിരിക്കുന്നു. എന്നാൽ ഞാനിതിൽ ഇടപെടണോ എന്ന് ഗിരി ചോദിക്കുമ്പോൾ, അതൊന്നും വേണ്ട, ഇനി കൈവിട്ടു പോയാൽ ഒരു പക്ഷേ ഞാൻ തന്നെ അവളുടെ കൊല്ലാനുള്ള ഇടയുണ്ടാക്കും, അത് എന്നിൽ നിന്ന് അവൾ വാങ്ങും എന്നൊക്കെ പറയുമ്പോൾ ഗിരി ചിരിക്കുകയാണ് കേട്ടോ. ഇതേ സമയം ഗിരി ഇത് പറഞ്ഞിട്ട് പിന്നീട് മഞ്ജുവിനെയാണ് കാണിക്കുന്നത്. രാവിലെ നീച്ച് മഞ്ജു കാണുന്ന കാഴ്ച പിന്നെയും മഹിമയുടെ ടെൻഷനാണ്. അത് കണ്ട് മഞ്ജുവിന് സഹിക്കാൻ കഴിയുന്നില്ല. ഇതിനിടയ്ക്ക് ഗിരി പറയുന്നുണ്ട്, ഈ പറയുന്ന നിനക്ക് നിൻ്റെ അനിയത്തിയായ മഹിമയ്ക്ക് അവൾ നീ അമ്മയുമാണ്, ഒരു ചേച്ചിയുമാണ്, അത് നീ ഓർക്കണം. നീ ഒരു അമ്മയെപ്പോലെയാണ് അവളെ നീ വളർത്തിയത്. ഇത് അഭിയും പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഈ സമയം മഹിമയെ കാലത്ത് കാണാൻ വരികയാണ്. അപ്പം മഹിമ ഇങ്ങനെ ടെൻഷൻ അടിക്കുകയാണ്. എടി ഞാൻ എന്നോട് ഒരു കാര്യം ചോദിക്കട്ടെ? ഞാൻ നിൻ്റെ ചേച്ചിയാണ്, ഞാൻ നിൻ്റെ അമ്മയെപ്പോലെ നിന്നെ ഞാൻ വളർത്തിയതാണ്. നിനക്കൊരു ആപത്ത് പറ്റിയാൽ, നിൻ്റെ മനസ്സിലൊരു ഭാരം കയറിയാൽ അത് സഹായിക്കേണ്ടത്, നിന്നെ അതിൽ നിന്ന് രക്ഷിക്കേണ്ടത് ഈ ചേച്ചിയുടെ കടമയാണ്, ഈ അമ്മയുടെ കടമയാണ്. അതുകൊണ്ട് എൻ്റെ മോള് എന്തുണ്ടെങ്കിലും എന്നോട് തുറന്ന് പറ, നിന്നെ എനിക്ക് രക്ഷിക്കാൻ കഴിയും. ഒരു പോലീസുകാരിയെന്നും ഒരു ചേച്ചിയെന്നും ഒരു അമ്മയെന്നും നിലയ്ക്ക് ഞാൻ എന്നോട് ചോദിക്കുകയാണ്, അതുകൊണ്ട് പറയടി എന്ന് പറയുമ്പോൾ മഹിമക്കുള്ളിൽ ആ ഒരു സംശയം, അതായത് ആ ഒരു ഉറച്ച തീരുമാനം വരികയാണ്. മഹിമ തീരുമാനിക്കുകയാണ്, എൻ്റെ ചേച്ചി തന്നെയാണ് എനിക്കെല്ലാം കൊണ്ടും ഇതിൽ ആശ്രയം. കാരണം എൻ്റെ ചേച്ചി ആകുമ്പോൾ ഇരു ചെവി അറിയാതെ ഇതെനിക്ക് കൈകാര്യം ചെയ്തു തരും, അതുകൊണ്ട് എൻ്റെ ചേച്ചിയോട് എല്ലാം തുറന്ന് പറഞ്ഞേക്കാം. അപ്പോഴേക്കും മഹിമയോട് വീണ്ടും, മോളെ പറയടി, എന്താടി നിൻ്റെ പ്രശ്നം? ഈ ചേച്ചി ഉണ്ടടി നിനക്ക്, പറയടി എന്ന് പറയുമ്പോൾ മഹിമ അത് പറയാൻ ഒരുങ്ങുമ്പോഴാണ് പെട്ടെന്ന് ഇങ്ങനെ മഞ്ജുവിൻ്റെ മുന്നിൽ കാണുന്ന കാഴ്ച സ്വപ്ന. അതോടുകൂടി ഈ എപ്പിസോഡ് നിർത്തിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ബാക്കി നാളെ എന്തായാലും ഈ ചാനലിൽ തന്നെ ഇടുന്നതായിരിക്കും. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.